നമ്മളൊരു $100 എങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് 1000 ആക്കാമെന്നാണ് നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണുമല്ലോ. അപ്പം ബാക്കിയുള്ളത് ചെയ്യുന്നത് നമ്മൾ ചേഞ്ച് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ മാർജിൻ ഒരിക്കലും ട്രേഡ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് ആകെ നിങ്ങളുടെ $100 ഉള്ളൂ. അതെങ്ങനെ നിങ്ങൾ പ്രോപ്പർ റിസ്ക് മാനേജ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളുടെ എക്സ്എൻഎസിൻ്റെ ടെർമിനലാണ് കണ്ടാൽ അറിയാം 00 ഫണ്ട് ആഡ് ചെയ്യണം. ബൈനാൻസ് പേ $109. അപ്പോൾ ഇതിനകത്ത് വേറെ വലിയ കാര്യം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മളൊരു ദിവസം 2 ട്രേഡ്സ് എടുക്കത്തുള്ളൂ. പിന്നെ 2 ട്രേഡ്സ് എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ട്രേഡ് SL ആണ്, സെക്കൻഡ് ട്രേഡ് നമ്മൾ എടുക്കത്തില്ല. പിന്നെ അതുപോലത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മൾ ആ ഡേ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്രയാണെങ്കിലും അത് നമ്മൾ വിഡ്രോ ചെയ്യും. ഓക്കെ, സ്കാൻ ടു പേ വിത്ത് ബൈനാൻസ് ആപ്പ്. ഞാൻ എൻ്റെ ബൈനാൻസ് ഒന്ന് എടുത്തൊന്ന് സ്കാൻ ചെയ്തോട്ടെ. ഓക്കെ, ഈ $100 വിഡ്രോ ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് വിത്ത് വിഡ്രോ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ്സ് നമ്മൾ സേഫ് ആക്കും. അല്ലെന്നൊരു വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾ പലരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും, പ്രോഫിറ്റ്സ് വന്നു കഴിയുമ്പോൾ ആ പ്രോഫിറ്റ്സ് ഫുള്ളി റിസ്ക് ചെയ്ത് ട്രേഡ്സ് എടുക്കും. അപ്പം മൊത്തം പോയി കഴിയുമ്പോൾ എന്താണ്, നമ്മൾ ആ പോയ പ്രോഫിറ്റ് തിരിച്ച് പിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പിടിക്കുകയാണെങ്കിൽ വീണ്ടും ഹൈ റിസ്ക് എടുക്കും, അങ്ങനെ മൊത്തത്തിൽ പണിയാവും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ വളരെ കിട്ടുന്ന എത്ര കുറച്ച് പ്രോഫിറ്റ് ആണെങ്കിലും അത് വിഡ്രോ ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത എൻഡ് ഓഫ് ദ വീക്ക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് വിഡ്രോ ചെയ്യുന്നത്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. ബാക്ക് ടു മെർച്ചൻറ്റ്. യെസ്, $109 കാണാം. പേഴ്സണലിൽ ട്രാൻസാക്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. $150 ഡണ്ണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ. 22:47 കറക്റ്റാണ്. 10:48 ഒരു മിനിറ്റ് മുന്നേ വന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഒരു സാധനം $150 ആകുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ടുള്ള ട്രേഡ്സ് നോക്കാം. ഓപ്പൺ ഇല്ല, പെൻഡിങ് ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ട്രേഡ്സ് ചെയ്യുന്ന പെയറുകൾ കൂടെ കാണിക്കാം. എന്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഗോൾഡും യൂറോയും മാത്രമേ ഉള്ളൂ, നത്തിങ്. ഇതൊക്കെ മൂവിങ് ആവറേജ് ആണ്. 100, 200, പിന്നെ 75, അങ്ങനെ കുറച്ച് മൂവിങ് ആവറേജസേ ഉള്ളൂ. പിന്നെ ഈ മാർക്ക് ചെയ്തേക്കുന്നത് ഡേ ഹൈയും ഡേ ലോയൊക്കെയാണ്, അല്ലാതെ നത്തിങ്. സോ മൺഡേ രാവിലെ കാണാം. ഇത് സൺഡേ ആണ്, 24. ഈ ഡേറ്റ് നോക്കേണ്ടത് തെറ്റാണ്, ഇത് വേറെ എന്താ പിന്നാക്കണില്ല. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. 10:49 സമയം. ഇപ്പം മോർണിംഗ് അതിരാവിലെ ഒരു ട്രേഡ്സ് എടുക്കാൻ സാധ്യതയുണ്ട്, മൂവ്മെൻറ്റ്സ് പോലെ. അതായത് ഗോൾഡിൽ ഒരു ഡൗൺ സൈഡ് ചെയ്യാൻ കുറച്ച് നേരത്തേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഈ ലെവൽ വരെയെങ്കിലും. ചേട്ടാ അവനെല്ലാം വിളിച്ച്, അതായത് ദിസ് ലെവൽ, ഈ ലെവലൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിലപ്പം, മേ ബി. ചിലപ്പോൾ അപ്പർ ഹൈക്ക് സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ മാർക്ക് ചെയ്താണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് 26 ആ റേഞ്ച് എത്തേണ്ടതാണ് ഹൈ. മാക്സിമം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. ഒത്തിരി പേരെ മൊത്തം അലമ്പായിപ്പോവും. അതുകൊണ്ട് ഇത്രയും മതി. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെടുത്ത ട്രേഡ്സാണ്, ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. അതാണ് കിടന്നോട്ടെ. ഓക്കെ,
മേ ബി നടക്കാനുള്ള സാധ്യതകൾ ഞാൻ പറയുന്നത്. അതായത് എന്ത് ഓക്കെ ഈ പ്രൈസിങ് ഈ 50 അല്ല ഇത് 200 ആയി 200 മൂവിങ് ആവറേജിൻ്റെ താഴെ വരെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് തട്ടിക്കളിച്ചിട്ട് വീണ്ടും ഈ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ചേടാ സാധനം പോകുന്നില്ലല്ലോ. ഓക്കെ ചേട്ടാ ചേട്ടാ ഓക്കെ ഈ ഒരു മൂവ്മെൻറ്റ്സാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തിരിച്ച് സാധ്യതയുണ്ട്. അതായത് ഈ ഡയറക്റ്റ് ചിലപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഹൈ വന്നിട്ട് ഈ ഓപ്പൺ ഹൈ എടുത്തിട്ട് നാളെ കുറച്ചുകൂടെ ലോയിലോട്ട് വരാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം ഇന്ന് ഇവൻറ്റ്സ് ഒന്നുമില്ല. നാളെ പക്ഷെ നാളെ കഴിഞ്ഞ് ചൊവ്വാഴ്ച നല്ല ഇവൻറ്റ്സ് ഉണ്ട്. 2-3 ഇവൻറ്റ്സ് ഉണ്ട്. ഇത് രണ്ടിനും പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ നാളെ കാണാം. ഹലോ ഗൈസ്, മോർണിംഗ് ഒരു ട്രേഡ് എടുത്തു. ഇങ്ങനെ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വന്നപ്പോൾ എടുത്ത് രാവിലെ ഒരു 5:30 മുന്നേ ആയിട്ട് എടുത്തത്. 5:30 ആ സമയത്താണ് എടുത്തത്. അപ്പം ഏകദേശം 1.5 അപ്പാണ് കാണിച്ചു കഴിഞ്ഞാൽ. ഓക്കെ 31 കാരണം ക്ലോസിനകത്തൊന്നും കാണാനൊന്നുമില്ല. കണ്ടല്ലോ പഴയ ട്രേഡ്സ് ഒക്കെയാണ്, പുതിയ ഒന്നും എടുത്തിട്ടില്ല. ഫ്രഷായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ട്രേഡാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അങ്ങോട്ട് കാണും. ഓപ്പണിംഗ് ടൈം 16:05 കാണാമല്ലോ. അനലൈസ് ഇത്രയേ ഉള്ളായിരുന്നു. നമ്മൾ അന്ന് കഴിഞ്ഞ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ് സെയിം. ഒന്നെങ്കിൽ ഞാൻ ഡൗൺ ആയിരുന്നു ഫസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇത്രയും നല്ലൊരു പുഷ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഈ ട്രെൻഡ് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. വെസൽ എന്തായാലും എൻട്രി പോയിന്റിലോട്ട് വെക്കും. കാരണം ഇനിയും ഇത്രയും പ്രോഫിറ്റ് വന്നിട്ട് 0 ലോസിൽ പോയാൽ കുഴപ്പമില്ല നമുക്ക്. പക്ഷേ ലോസിലോട്ട് ഇനിയും വന്ന് വെസൽ അടിച്ചാൽ നമുക്ക് സൈക്കോളജി അത് കംപ്ലീറ്റ്ലി ബാധിക്കും. സോ വെസൽ നമ്മൾ കീപ്പ് ചെയ്ത് അപ്സൈഡ് വെക്കുന്നു. ഓക്കെ ഒരു $4 പ്രോഫിറ്റ് വെച്ചേക്കാം. ടി പി എവിടെ വരുന്നത്? ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ചെറിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? ഒരു 10 കൂടെ കാണാം എനിക്ക്. അല്ല ഒരു 5 കൂടെ ഉള്ളൂ കേട്ടോ. നോക്കാം. ചിലപ്പോൾ അവിടെ നിന്ന് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. അതാണൊരു പ്രശ്നം. വന്നാലും ഈ ഒരു റേഞ്ചിലേക്ക് എത്തുമ്പോൾ സേവായി പോകേണ്ടതാണ്. നോക്കാം നമുക്ക്. കുറച്ചുകൂടെ കയറ്റി വെച്ചേക്കാം. $7 വെച്ചിട്ടുണ്ട് സെല്ല്. അപ്പോൾ ഇതിന് റിസ്ക് ഫ്രീ ട്രേഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അതുള്ളൊരു പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ 5 മതി. അങ്ങനെ ചിലപ്പോൾ ഇവിടം വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. ഇപ്പം ഇതിനകത്ത് പറ്റുന്നത് വെച്ചാൽ ഇതെന്താണ്, ഇതൊരു ഓർഡർ OB ആയിട്ട് കണ്ട് ചിലപ്പം ചിലരെന്ത് ചെയ്യും, ഇത് ഇവിടെ ഒരു ഇത് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കും ചിലർ. അപ്പം അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കും മിക്കവാറും ഇപ്പം ഇങ്ങനൊരു പുഷ് വന്നേക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ OB വാലിഡ് അല്ല, ഇത് ഔട്ടാവും. SL ഹിറ്റാക്കും. നോക്കാം നമുക്ക്. ഇവിടെ OB എടുത്തവർ
ഒന്ന് സന്തോഷിപ്പിക്കേണ്ടില്ല, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കയറിയിട്ട് ഇങ്ങനെ ഒന്ന് വളഞ്ഞു വരുമായിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രൈറ്റ് അപ്പ് തന്നെ പോകും. അപ്പോൾ നാളെ അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ വീക്ക് തന്നെ ഗോൾഡിൽ നമുക്ക് റിവേഴ്സ് കാണാം ഫോർ ഷുവർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എപ്പം എന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല. ബട്ട് റിവേഴ്സ് കാണാം ഈ വീക്ക് തന്നെ. $26 വരുമോയെന്ന് ഇനിയിപ്പോൾ ഡൗട്ടാണ്. ഐ ഡോണ്ട് നോ. നമുക്കൊന്ന് ശ്രമിക്കാം. പക്ഷെ ഇനി ഈവനിങ്ങും ഞാനൊരു ലോങ്ങിന് വേണ്ടിയായിരിക്കും ശ്രമിക്കുന്നത് കൂടുതലും. Okay, let's see. അപ്പോൾ അതിനകത്തൊരു അപ്ഡേഷൻ TPRSL ഹിറ്റായി കഴിയുമ്പോൾ ഞാൻ പറയാം. നമ്മുടെ TP ഹിറ്റായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 1:3 ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ ഫൈൻ, സാരമില്ല. 1:2 കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്നു. ഓക്കെ, ഇനിയുള്ള മൂവ്സാണ് നമ്മൾ അറിയുന്നത്. നോക്കട്ടെ, TP ഹിറ്റായെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, 151 43 എക്സാക്ട്ലി നമ്മുടെ TP ഹിറ്റായി. അപ്പം നമ്മൾ ഓൾറെഡി അപ്പാണ് $40. ഓക്കെ, സോ ഇനിയും ട്രേഡ്സ് ഉണ്ടായിരിക്കത്തില്ല. ഇനിയുള്ള ട്രേഡ്സ് എപ്പോഴാണ്? ഇനിയുള്ള ട്രേഡ്സ് നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷമേ കാണത്തുള്ളൂ. ഒരു കാരണവശാലും ചെയ്യാൻ പാടാത്ത ഒരു കാര്യം ഞാൻ പറയാം. ആരും ഇവിടുന്ന് കയറി ഇത്രയും പൊങ്ങിയതല്ല, ഇനി ഇവിടുന്ന് ഒരു ഡൗൺ സൈഡ് കൊടുത്തേക്കാന്ന് വിചാരിച്ചാൽ എന്താണ്, ഇവിടുന്നൊരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റിക്ക് ഒരു കാരണവശാലും നോക്കരുത്. യു വിൽ ബി ടേക്കൺ ഫോർ ഷുവർ. ഓക്കെ, നോക്കാം നമുക്ക്. നല്ലൊരു എൻട്രി ആയിരുന്നു. ഓക്കെ, ഇനി എന്തായാലും ഇത് ബുള്ളിഷ്നെസ് ആണ്, കംപ്ലീറ്റ്ലി ബുള്ളിഷാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്ത് ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഡെയിലി ക്യാൻഡിൽ എടുത്ത് നോക്കിയാൽ പോലും ഇത്രയും ബുള്ളിഷ്നെസ്സാണ്. കണ്ടോ, ക്യാൻഡലിൻ്റെ സ്ട്രെങ്ത് കണ്ടോ? ഇത്രയും ബുള്ളിഷ്നെസ് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും സെല്ലിങ്ങിന് വേണ്ടി ആരും നോക്കരുത്, ദൈവത്തെ ഓർത്ത്. $26 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. $26 Okay, let's go.
വാ കേട്ടോ. ഇത് നമ്മളിപ്പം 30K വേണ്ടി ശ്രമിച്ചിരുന്നേരെ ചിലപ്പം നമുക്കിത് കിട്ടിയെന്ന് വരില്ല. കാരണം എന്ന് വെച്ചാൽ 30 പോലെ നമുക്ക് 30K above വേണം. ഇതൊരു സൈഡ് വൈസ് ആണ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ എന്താണ് സൈഡ് വൈസ് ആണ് ഫോർ ഷുവർ. നിങ്ങൾ ഈ അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ഐറ്റം ഉണ്ടല്ലോ ICTയുടെ സെയിം മോഡലാണിത്. ഇപ്പം ഇങ്ങനെ എന്നിട്ട് ഈ റേഞ്ച് വന്നിത് ടാപ്പ് ചെയ്തു. ഇനി ഇത് താഴോട്ട് വരും. എന്നിട്ട് എന്താണ് അടുത്തൊരു എക്സ്പെക്ടേഷൻ ഇതിങ്ങനെ താഴോട്ട് വരുമെന്നായിരിക്കും. പക്ഷേ ഒന്നുമല്ല, ഇതിൻ്റെയും മേലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഫോർ ഷുവർ ഫോർ ദ ഇവൻറ്റ്സ് വരെയെങ്കിലും എന്തായാലും ഇത് അപ്സൈഡേ പോകത്തുള്ളൂ. കളർ പോരാ, ഒരു തല്ലപ്പുള്ളി കളർ. ഓക്കെ, ഇതാണ് നമ്മുടെ സപ്പോർട്ട് റീജിയൻ. ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു ബൈ എൻട്രിക്ക് വേണ്ടി ശ്രമിക്കാം. പാക്കല ഓക്കെ. ഓക്കെ, ഐഡിയയിൽ ഈ റേഞ്ച് കറക്റ്റാണ്. ഈ റേഞ്ചിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഓർഡർ ഇട്ട് വെക്കണോ? ഓർഡർ ഇട്ട് വേണേൽ വെക്കാം അല്ലേ? ഏതായാലും റേഞ്ച് ഓക്കെ. ഇതാണ് റേഞ്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതാണല്ലോ. യെസ്, ഇതാണ് പറ്റിയൊരു റേഞ്ച്. ഓ, സ്ട്രോങ് ക്യാൻഡില.
ഓക്കെ, ഇതാണ് റേഞ്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബൈയുടെ പെൻഡിങ് ഓർഡറാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് $100. ഓക്കെ, ഫീസ് $1.65, $1.65 ഫീസാവും. പോട്ടെ. ഓക്കെ, നോട്ട് ബാഡ്. ഇത് നമ്മൾ 1:3 വെക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സൂപ്പർ. ഓക്കെ, കൺഫേം ബൈ ലിമിറ്റ്. ഓക്കെ, സെറ്റ്, ഓൾ സെറ്റ്. ഇത് ടി പി അല്ല, ഈ ഓർഡർ ഹിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വരാം. എന്ത് ചാട്ട് ഉണ്ടാവും. ഓക്കെ, ഇതാണ് റേഞ്ച്. ഇവിടെ ആയിട്ടാണ് നമ്മൾ ഏകദേശം ബൈക്ക് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്തേക്കുന്നത് റേഞ്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൾ സെറ്റാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതേതൊരു ഒന്ന് ഹിറ്റായി കഴിയുമ്പോൾ കാണാം. റൈറ്റ് നൗ സമയം 12 മണിയായി. ഞാൻ പറഞ്ഞില്ല, അവിടെ വന്ന് കുറച്ച് താഴ്ന്ന പോലെ കാണിച്ചിട്ട് വീണ്ടും വെബ്സൈറ്റ് പോയി. പക്ഷേ നമ്മളിനിയും പൈസ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു റേഞ്ചാണ്. ആ റേഞ്ച് കിട്ടണം. മേ ബി ഈ പൊസിഷൻ കുറച്ചുകൂടെ ഒന്ന് അപ്പ് ചെയ്ത് ഈ ലെവലാക്കാം. ഈ ലെവൽ എന്തായാലും എടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. ഓർഡറുകളൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾക്ക്. XNSൻ്റെ പൊസിഷൻ കാണിക്കാം. 151 തന്നെയാണ്. ബൈ ലിമിറ്റ് ഇവിടെ കിടപ്പുണ്ട്, പെൻഡിങ് ആണ്. ഏഴരയ്ക്കൊരു ഇവൻ്റ് ഉണ്ട്. എന്താ അടിപൊളി ഇവൻ്റാണ്. സോ ഇങ്ങനെയാണ് റേഞ്ച്. ഇപ്പോൾ ഈ ഹൈ ഓൾറെഡി ടേക്ക് ചെയ്തു, അതുകൊണ്ട് ഈ ലോ എന്തായാലും എടുക്കും ഫോർ ഷുവർ. അഥവാ അപ്സൈഡ് കൂടുതൽ പോകാൻ സാധിക്കുന്ന, അപ്സൈഡ് പോകാനാണ് കൂടുതൽ എടുക്കുന്നു തോന്നുന്നതെങ്കിൽ ഈ ലോ എന്തായാലും എടുക്കും. കാരണം ഇവിടെയൊക്കെ ആയിട്ട് നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഒരു ഹയർ ഹൈ ഇനിയും പുഷ് ചെയ്യണതിൽ ഈ വോളിയം എടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇതിപ്പം OB ആയിട്ട് എടുത്ത് കുറേ പേര് ട്രേഡ്സ് എടുക്കും. മറ്റേ കാണിക്കാം, ട്രേഡിങ് കാണിക്കാം. അതെന്താണ്, ഇത് ടോട്ടലി ഒന്നെങ്കിൽ OB ആയിട്ട് എടുക്കും. എന്നാലും അതിൽ കൂടുതൽ സാധ്യത ബിഗിനേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് OB ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, ഓർഡർ ബ്ലോക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് അങ്ങെടുക്കും. മഞ്ഞ രസമില്ല ഇതിൻ്റെ. ഇതിനകത്തൊരു കളർ സുമാറില്ല, കണ്ട ഒരു ഭംഗിയല്ലേ. ഓക്കെ, ഫേക്ക് OB.
ഈ ഒ ബി എന്ന് വിചാരിച്ച് കുറേ പേര് ഇവിടുന്ന് പൈസ ഇടിക്കും. അപ്പം അവന്മാരുടെ എല്ലാം എസ് എൽ ഇവിടെ ആയിരിക്കും. ആ എസ് എൽ അവരെന്തായാലും എടുക്കും. അവരെന്ത് വിചാരിക്കും, ഓ ഇങ്ങനൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ പോകാമെന്ന് വിചാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടത്തേക്ക് വേണ്ടി വല്ല വെയിറ്റ് ഇവിടെ ആയിരിക്കും കൂടുതലും വെയിറ്റ് ചെയ്യാൻ സാധ്യത. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ ആയിരിക്കും കൂടുതൽ വെയിറ്റ് ചെയ്യാൻ സാധ്യത. അവിടം വരെ എന്തായാലും വരത്തില്ല. അവിടം വരെ വന്ന് അത് താഴോട്ടാണ് നിർത്തും. അപ്പം ഈ ഒ ബി എടുത്തിട്ട് ഈ റേഞ്ചുമെല്ലാം വന്ന് ഇവർ സ്കിപ്പാവും. ഇവിടെ ഒരു ചെറിയൊരു സ്മോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ, ഉള്ള അളവെല്ലാം കൂടെ കിടക്കുന്നുണ്ട്, ഒന്നും കാണത്തില്ല അല്ലേ. ബട്ട് അതെന്തിൻ്റെ ആയിരുന്നു. ഓക്കെ, അവിടെ ഒരു സാധനം ഉണ്ട്, കുറച്ച് കടിച്ച് ഈ റേഞ്ച് കണ്ടോ. കണ്ടോ, ഈ റേഞ്ച് ഉണ്ട്. അപ്പം ഇവിടുന്ന് ഒരു ബൈക്കുള്ള സാധ്യതയുണ്ട്. വേറെ ഞാൻ കളറാക്കട്ടെ. കടി ചുമല് കടും. ഓക്കെ, ഇവിടെ നോക്കിടുക. ഈ സോൺ ഞാനിങ്ങനെ നോക്കുന്നതാണ്. ഈ റേഞ്ച് ഞാനൊരു 1.5 വരത്തേന് ഇങ്ങനെ നോക്കും. ഈ മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതൊന്ന് 1.5 വരെ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇട്ടേക്കുന്നത്, സ്പെഷ്യൽ കളറിൽ. അപ്പം നമുക്ക് നോക്കാം. അപ്പം അതുപോലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർഡർ തൽക്കാലത്തേന് ക്യാൻസൽ ചെയ്യണം. ബൈ ലിമിറ്റ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എവിടെ നിന്ന് കളർ മാറ്റട്ടെ, വെള്ളം എടുക്കാം, നല്ലപോലെ വേണം. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യാം, നമുക്ക് എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടം വരെ എന്താണ് ഒരു കാരണവശാലും ചെയ്യില്ല. ഇവിടം വരെ വരുമെന്ന് നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അന്ന് കരുതി ഇവിടുന്ന് കയറി സെല്ല് ചെയ്തേക്കല്ല ഒരു കാരണവശാലും. ചിലപ്പോൾ എന്താണ് ഇവിടെ വരുമായിരിക്കും, അതിൻ്റെ പിന്നെ ഈ ഒരു ഹൈയും കൂടെ എടുത്ത് നിങ്ങളുടെ എസ്എൽ ഒക്കെ അടിച്ചു പോകും. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ്സ് എടുക്കാതിരിക്കുക ഏറ്റവും ബെസ്റ്റ്. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇതിന് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇവിടെ ഒരു ട്രേഡ് കണ്ടു, സെറ്റപ്പ് കണ്ടു, അപ്പോൾ ഞാൻ വിചാരിക്കും മണ്ടേന്ന് ഒരു താഴോട്ട് ഇവിടെ വരെ വെക്കുവാണെങ്കിൽ ഈ ഒരു ട്രേഡും കിട്ടും, പിന്നെ മണ്ടായിട്ടുള്ള കിട്ടും, അപ്പോൾ ഡബിൾ അടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്താണ് ഓവർ എക്സ്പെക്റ്റേഷനോട് കൂടി ട്രേഡ്സ് എടുക്കും. അവസാനം എന്താവും, വലിക്കും. പക്ഷേ ഇതങ്ങനെ ഒന്ന് മാറ്റുന്ന നേരം കണ്ട് തൊട്ടാൽ മാറണ്ടായിരുന്നല്ലോ. ബസ്സല്ല 65 മാറും.
ഓക്കെയാണ്. ഇതിങ്ങനെ താഴോട്ടൊരു കട്ട് പോലെ ഫേക്ക് ഔട്ട് തരാനുള്ള അപ്പം ഇവിടെ ഒരു ഇടയുണ്ട്. ഓക്കെ, ബോഡിഫൈഡ് ഓർഡർ. ഇപ്പോൾ ഇനി ഇവിടെയായിട്ടൊരു ഓക്കെ നോക്കട്ടെ. യൂറോ നല്ല ബുള്ളിഷ്നെസ്സാണ്. യൂറോയിൽ ഒരു ബൈ സൈഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ. ഈ ഒരു റേഞ്ച് വരണം ഒന്ന്. അതിൽ തന്നെ വേണേൽ നമുക്ക് ഈ ഒരു ബിഗ് ക്യാൻഡലിൻ്റെ അടുത്തായിട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ വെച്ച് വേണമെങ്കിൽ ട്രേഡ്സ് എടുക്കാം. അഞ്ച് 15 ഓക്കെ, ഇങ്ങനൊരു ട്രേഡ്സ് എടുക്കാം. പക്ഷെ ഭയങ്കര പുഷാണ് മാർക്കറ്റ്. എന്തെന്നില്ലാത്തൊരു രാവിലത്തെ ഒരു പുഷ് കൂടുതലാണ്. ഇപ്പോഴത്തെ ഒരു പശ കാരണം ഓക്കെ. അപ്പോൾ ഇനി ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ പറയാം. ഹലോ ഗൈസ്, നമ്മുടെ ആ ഏരിയയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തിരി നേരത്തെ ആയി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം നല്ലൊരു ഡ്രോപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി കൂടെ താത്തി വെച്ചിരുന്നാൽ കിട്ടിയാനോ എന്നൊരു ഡൗട്ടുണ്ട്. നോക്കാം, നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓർഡർ കാണിച്ചു തരാം. ഇതാ കാണാമല്ലോ, പ്രിൻറ്റിംഗ് എല്ലാം ഓപ്പണാണ്. സെയിം വാ, നമ്മുടെ ഈ റേഞ്ചിലും കണ്ട് വെക്കാനായിരുന്നു പറഞ്ഞു. നല്ല പുഷാണ് ഗൈസ്. എക്സിറ്റ് ആക്കണോ എന്ന് ആലോചിക്കണം. സമയമൊന്നും ആയില്ല, 12:30 1 മണിയാവുന്ന പോലില്ല. US മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയി കാണും. സോറി, US അല്ല, UK. അതിൻ്റെ ഒരു പുഷാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതൊരു പ്രശ്നമാണ് പുഷ്. നമ്മുടെ നേരത്തെ ഇവിടെ കണ്ടായിരുന്നു അല്ലേ? ഈ ഒരു റേഞ്ച് എവിടെയായിരുന്നു?
നോക്കാം. പുഷുണ്ട്, പുഷ് ഇത്രത്തോളം വാലിഡാന്നാണ് ഞാൻ അറിയേണ്ട അടുത്ത്. ഈ ഫേക്ക് കോപ്പി എന്തായാലും ഹിറ്റായി. നമ്മളെടുത്തത് അടുത്ത വലിയാണോ എന്ന് ഇനി അടുത്തറിയട്ടെ. നല്ല പുഷുണ്ട്, അതായിരിക്കും നല്ലത്. ഛേ, 136 140 കാണിച്ചാണല്ലോ പിന്നെ. ഓക്കെ, ഒരു 60 പൊസിഷൻ ക്ലോസ് ചെയ്തു. പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ അത്രയും കോൺഫിഡൻ്റ് അല്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ ഇത്രയും പുഷുണ്ടല്ലേ, ഞാൻ വെച്ചിട്ട് അങ്ങ് പോയി, അതൊരു പറ്റിപ്പോയി. ഈ ഒരു റേഞ്ചാണ് എക്സ്പെക്ട് ചെയ്യാന്നിരിക്കുന്നത്. ചേഞ്ച് ചെയ്യേണ്ട കേസ് ഇല്ലായിരുന്നു. ഈ ഒരു ലിമിറ്റ് ഇനി കിട്ടണം. പൊസിഷൻ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് ഈ റേഞ്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. നമ്മുടെ മൂവിങ് ആവറേജിൻ്റെ ചോട്ടിലായിട്ടൂടെ ഇത് കിട്ടിയാൽ എടുക്കില്ല. ഇല്ല, പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത $14 പോയി. 14 ആണെങ്കിൽ ഓക്കെ, ശരിയാ. 134 40 50. ഇവിടെ നിന്ന് ഇത്രയും വ്യത്യാസം പറഞ്ഞാൽ തന്നെ 6 ഭയങ്കര മണ്ടത്തരമായിരുന്നു. ആ പൊസിഷനിൽ നിൽക്കണ്ടായിരുന്നു.
പൊസിഷൻ ചേഞ്ചസ് ഒന്നും തന്നെ വരുത്തത്തില്ല. വെച്ച ലിമിറ്റ് എപ്പോഴും വെച്ചെടുത്ത് നോ ചേഞ്ച്. ഇനിയിപ്പോൾ ഈ പൊസിഷൻ ഞാൻ കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇവിടെ ഒരു അപ്പ് വന്നെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഒരു ഡൗൺ വരേണ്ടതാണ് സത്യം പറഞ്ഞാൽ. അപ്പ് സൈഡ് പോകാനുള്ളതാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി പേര് ഇതിനകത്ത് നടക്കുന്നൊരു കാര്യം ഞാൻ പറയാം. ചിലപ്പോൾ ഇത് നമ്മൾ തിരിച്ച് അങ്ങനെ ചിന്തിച്ച് നമ്മളായിരിക്കും ചിലപ്പോൾ വേണ്ടവരെ ടാപ്പായിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ, ഈ ഒരു പൊസിഷൻ ഓപ്പൺ ആയതിന് ഒരു വിഷയമില്ല. ഞാൻ റെഡിയാണ്, റെഡി ടു ടേക്ക് ദ ഡാമേജ്. എൻട്രി പോയിന്റ് എത്രയായിരുന്നു? 25, 81, 162. 25, 81, 162. ലൈവായിട്ട് ടെസ്റ്റ് അടിക്കുമോ നോക്കാം. സോ ഞാൻ പറഞ്ഞു പോകുന്നത്, അതായത് ഗോൾഡ് ഓൾറെഡി അപ് ട്രെൻഡാണ്. അപ്പോൾ കുറേ പേര് എന്ത് ചെയ്യും, ഇനി ഗോൾഡ് ഡൗൺ സൈഡ് റിവേഴ്സ് ആയി എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, ഈ ഇത്ര ഡ്രോപ്പ് കൂടെ കണ്ടു കഴിയുമ്പോൾ കുറേ പേര് എൻട്രി ആവും. ഈ ഡ്രോപ്പ് ഇതിൽ നിന്നൊക്കെ ഒത്തിരി പേര് എൻട്രി ആയി കാണും. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് ഞാൻ പറയുന്നത്. ഈ റേഞ്ചിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ വരച്ചിട്ട് എന്താണ് എത്ര പോയിൻ്റായി, ഇതൊന്നൊരു 28 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇത് പിടിക്കാനായിട്ട് ആൾക്കാർ എന്ത് ചെയ്തു, കുറേ പേര് എൻട്രി ആയി കാണും. അപ്പോൾ അവരൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ കൂടുതൽ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും ആൾക്കാർ. ഇനി അപ്പം ഇവിടുന്ന് കിട്ടാത്തവർ ഒത്തിരി പേര് കാണും. അപ്പോൾ അവർ ഇവിടുന്ന് കയറും, അല്ലെങ്കിൽ ഈ ഡ്രോപ്പിൽ നിന്ന് കയറും. അങ്ങനെയുള്ളവർക്ക് വലിപ്പമാണ് ഇവിടുന്ന് ഒരു അപ്സൈഡ് കൊടുക്കേണ്ടത്. നമുക്കറിയില്ല, ചിലപ്പം അങ്ങനെ ചിന്തിക്കാതെ എന്നാൽ ഇവിടുന്ന് ഇനി അപ്പായിരിക്കുന്ന വെച്ചാൽ നമ്മൾ കുറേ മണ്ടന്മാരെ നമ്മളാക്കിയാനും സാധ്യതയുണ്ട്. രണ്ട് സൈഡും നമുക്ക് നോക്കാം. നമ്മളാണ് മണ്ടന്മാരെന്നറിയാം, നമ്മളാണ് മണ്ടന്മാർ, നമ്മളാണ് ലിക്വിഡിറ്റി എന്നറിയാം. ഇനി അടുത്തൊരു റിവേഴ്സ് പോലെ വരണമെങ്കിൽ ഇതിനെയും ഇതേ തട്ടി തിരിച്ചു വരുമെന്ന് അറിയാട്ടോ. അടുത്ത് 25, 84. അയ്യോ പോയല്ലോ. ഇരുപത്തഞ്ച് 81, 162. ഓക്കെ, ഫുൾ സ്ക്രീൻ ഓക്കെ. ഓക്കെ, ഇതാണ് നമ്മുടെ ടി പി ഒക്കെ വെച്ചാണല്ലോ അല്ലേ. പക്ഷേ ഹോൾഡ് ചെയ്താൽ ഇതിന് ഒത്തിരി മുകളിൽ പോകും. ഹോൾഡ് ചെയ്യണം, അഥവാ അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ ഇനി ഒത്തിരി മുകളിൽ പോകും. ഈ ഹൈയൊക്കെ സൂപ്പറായിട്ട് തൂക്കും അപ്പ് സൈഡ് ആണേൽ.
ഒരു 130ക്കുള്ളിൽ അറിയാം മൂവ്മെൻറ്റ്സ് എങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പം കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യും. TPക്ക് മുന്നേ അപ്സൈഡ് കുറച്ചുകൂടെ കയറ്റി വെക്കും. കാരണം ആ 14 പോയത് പറ്റുവാണെങ്കിൽ മാത്രം നമ്മൾ ക്യാച്ച് ചെയ്യും. ഒരു 40 കിട്ടിയാൽ ഓസം. ഓക്കെ, ഇതിനകത്തൊരു അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ശ്രദ്ധിക്കല. SL ആണെങ്കിൽ നമ്മൾ ട്രേഡ്സ് ഇന്നത്തോടുകൂടി ഇന്നത്തെ ട്രേഡ്സ് നമ്മൾ നിർത്തും. TP ആണെങ്കിലും നമ്മൾ ഇന്നത്തെ ട്രേഡ്സ്, കാരണം അറ്റ് എ ഡേ 2 ട്രേഡ്സ് മാക്സിമം. ഓക്കെ, നമ്മുടെ പൊസിഷൻ ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. മൂവ്മെൻറ്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് റിവേഴ്സ് പോലെ വന്നിട്ടുണ്ട്. ചോറിനാൻ പോയിരിക്കുകയായിരുന്നു. ചോറൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒന്ന് മയങ്ങണം. നേരത്തേക്ക് ഇവിടം വരെയൊക്കെ എത്തിയാൽ മതിയായിരുന്നു. വലിയ സന്തോഷം. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ പ്രോഫിറ്റിലാണെങ്കിൽ വലിയ സന്തോഷം. പൊസിഷൻ ക്ലോസ് ഒന്നും ആയിട്ടില്ല. കാണിക്കാം. 26 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ ആ 15 പോയതുകൊണ്ട് ഒന്നുമില്ല. നേരത്തെ നമ്മൾ ഇവിടുന്ന് പൊസിഷൻ ക്ലോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കും നമ്മുടെ SL കണ്ടോ. ചില സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നും അങ്ങ് വേണ്ട പൊസിഷൻ ക്ലോസ് ചെയ്യാൻ. അങ്ങനെ തോന്നുമ്പോഴേ ക്ലോസ് ചെയ്തോ, ഒന്നും നോക്കണ്ട. ചിലപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഇത് ചിലപ്പോൾ SL ഹിറ്റായേക്കാം. പക്ഷെ നമുക്ക് മനസ്സിൽ ഒരു ടെൻഷനുണ്ട്. ഹോൾഡ് ചെയ്താലോ ഹിറ്റ് ആയാലോ എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ പൊസിഷൻ എടുക്കരുത്. വിട്ടേക്കണം, ലീവ് ചെയ്തേക്കണം. അല്ലെങ്കിൽ ആ പൊസിഷൻ അന്നേരം ക്ലോസ് ചെയ്തേക്കണം. അതുപോലെയാണ് ടേക്ക് പ്രോഫിറ്റും. നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടെ മുകളിൽ പോകുന്നിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട് അയ്യോ താഴെ പോയാലോ. അങ്ങനെ തോന്നുമ്പോഴേ ആ പൊസിഷൻ എവിടെ അങ്ങനെ തോന്നുന്നത് എപ്പോഴാണോ അന്നേരം പൊസിഷൻ ക്ലോസ് ചെയ്തേക്കണം. രണ്ടാമത് ചിന്തിക്കാൻ പോലെ. ഓക്കെ, അതായത് ഇവിടെ എൻ്റെ എക്സ്പെക്റ്റേഷൻസാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് വെച്ചാൽ ഏതാണ്, ഇവിടെ വന്നപ്പം കുറേ ആൾക്കാർ എന്ത് ചെയ്തു, ഈ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തവർ കാണും. അപ്പോൾ ഇത് റീടെസ്റ്റായി താഴോട്ട് വന്നു. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഇവിടുന്ന് അപ്പോൾ അവർ സെല്ല് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു മൂമെൻറ്റ് കൊണ്ടായിരിക്കും താഴോട്ടുള്ള ഡൗൺ വന്നത്. ബട്ട് അറ്റ് ദ എൻഡ് പൊസിഷൻ നമ്മുടെ വ്യൂ കറക്റ്റാണെന്ന് അറിയണമെങ്കിൽ ഈ ലെവൽ മണ്ടേ വരണം. ഈ ലെവൽ കാരണം ഈ ലെവലായിരിക്കും മിക്കപ്പോഴും കൂടുതൽ ആൾക്കാരുടെ SL വരുന്നത്. നോക്കാം നമുക്ക്. ഇവിടെ ഇപ്പം ഒരു നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ചിലപ്പം ഇവിടുന്ന് എടുത്താൽ മതി ചോദിച്ചു പോയല്ലോടാ. അതെവിടെയായിരുന്നു എന്ത് വരുന്നു ആ ബോക്സ്? എന്നാലും കളഞ്ഞു പോകും. ഓക്കെ, ഈ കാരണം ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പണ്ട് ട്രേഡ്സ് കണ്ടോ നോക്കുമ്പോൾ എന്താണ് കറക്റ്റ് ഒരു ട്രെൻഡിൽ നിന്ന് ബ്രേക്കായി വന്നേക്കുക. അപ്പോൾ എന്താണ് നോർമലായിട്ട് ആൾക്കാർ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് എൻട്രി എടുക്കും. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിം നോക്കാത്തതുകൊണ്ടാണ്. ഷുവറായിട്ട് ഞാനായിരുന്നെങ്കിൽ ഫസ്റ്റ് ടൈം തുടങ്ങുന്ന സമയത്തായിരുന്നു ഞാൻ ഇവിടുന്ന് ഉറപ്പായിട്ട് എൻ്റെ ഒരു എൻട്രി ഉറപ്പായിരുന്നു. ഞാൻ ഇവിടെ ഓർഡർ ഇട്ട് വെച്ചേക്കുമായിരിക്കും. പക്ഷെ ഇത് ഹിറ്റാവേണ്ടതാണ് SL. ഇപ്പം നമ്മുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് SL ഹിറ്റാണ്. നമുക്ക് നോക്കാം ആരുടെ വ്യൂ ആണ് കറക്റ്റ് എന്ന്. എപ്പോഴും എക്സ്പെക്റ്റേഷൻസ് ആണ് കാണുന്നത്.
അപ്പം നമ്മുടെ അനലൈസ് വെച്ച് നമ്മളത് എടുക്കുവാണ്. ഓക്കെ, അപ്പം ഇനി ഒരു 2 മണി 3 മണി ഒരു 4 മണിയാകുമ്പത്തിന് കാണാം. അന്നേരത്തൊക്കെ എഴുന്നേക്കത്തുള്ളായിരിക്കും. ഓക്കെ, അബദ്ധം പറ്റിപ്പോയി. പിന്നെ കൈ തെറ്റി അറിയാതെ ക്ലോസ് ആയിപ്പോയി പൊസിഷൻ $80. തൽക്കാലത്തേക്ക് കൊണ്ട് ഇനി ന്യൂ പൊസിഷൻസ് എടുക്കുന്നില്ല, കാരണം മണ്ടത്തരായി പോകും എടുത്താൽ. പക്ഷേ ഞാൻ ഈ ടാർഗറ്റ് അങ്ങോട്ട് കയറ്റി വെച്ച് ഒരു 140 ആക്കാൻ വേണ്ടി വെച്ചായിരുന്നു. പക്ഷെ അത് വലിച്ചു പോയി, മിസ്സാക്കി കളഞ്ഞു. അത് ഇതേലിങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന 1 ടച്ച് 1 ക്ലിക്ക് പൊസിഷൻ ക്ലോസിങ് ഇല്ലെന്നായിരുന്നു. പക്ഷെ പിള്ളേർ അറിയാതെ കൈ തട്ടിപ്പോയി. ഇത് $80. ഇനിയിപ്പോൾ എന്തായാലും ട്രേഡ്സ് എടുക്കുന്നില്ല, കാരണം മൈൻഡ് പോയി. $40 വെറുതെ കളഞ്ഞു. പക്ഷേ ഇത് നല്ല പുഷാണ്. ഞാൻ അന്നേരം പറഞ്ഞു നമ്മൾ ഇവിടുന്ന് ഒരു ഹൈ മൂവ്മെൻറ്റ്സ്. ഇനിയിപ്പോൾ ഇത് അങ്ങ് പോകും. അറ്റ്ലീസ്റ്റ് ദിസ് ലെവൽ, ഈ ലെവൽ ഫോർ ഷുവറാണ്. അല്ല, ഈ ലെവൽ ഫോർ ഷുവർ അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല, വേറെ കാര്യം. അറ്റ്ലീസ്റ്റ് ഈ റേഞ്ച് ആയാലും വരും. പക്ഷേ ഭയങ്കര മിസ്സാണ്, ഭയങ്കര വേണ്ടത്. ഞാനാണെങ്കിൽ SL ഇവിടെ ഒരു $4 എടുത്ത് SL വെച്ച് TP 140 ആക്കി വെച്ചതാണ്. പക്ഷേ എന്നിട്ട് ഇതിങ്ങനെ വരയാണ് നിൽക്കുന്നപ്പോൾ ഞാനിത് കാണാൻ പറ്റുന്ന കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അറിയാതെ ചെയ്തിട്ട് സംഭവം അടിച്ചു ഓഫായി പോയി. അത് നിർത്തണം, മാറ്റണം. പക്ഷേ പിന്നെ പോട്ടെ. അത് അറ്റ്ലീസ്റ്റ് ലോസിലല്ലോ, എൻ്റെ ഗ്രീനാണ്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് 240 എത്തണമെന്നായിരുന്നു. ഇനിയൊരു പൊസിഷനില്ല കേട്ടോ. നമ്മൾ തൽക്കാലത്തേനും നമ്മൾ ട്രേഡ്സ് ക്ലോസ് ചെയ്ത് ഇനിയും ട്രേഡ്സ് നെക്സ്റ്റ് ഡേ ഉള്ളൂ. ഷിറ്റ് ഫക്കിംഗ് ഷിറ്റ്. 1:2 മിസ്. വി മിസ്ഡ് അറ്റ് 1:2. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഇവിടുന്ന് നമ്മൾ ഇതുകൊണ്ട് ഇതിനകത്ത് SL അടിച്ചോണ്ടോ, നമ്മൾ പ്രോപ്പർ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് താഴെ ഇട്ടന്മാരെല്ലാം SL അടിച്ച് പഠിപ്പിച്ചു. ഒരു സന്തോഷത്തിനമാർ കുറച്ചും താത്തും, പിന്നെ നമ്മൾ SL അടിപ്പിച്ചിരിക്കും അമ്മമാരെ. ഇനി ഒരു പൊസിഷൻ എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇതങ്ങ് ഓഫ് ചെയ്യുക, നിർത്തുക. ഓക്കെ, അതുകൊണ്ട് ഇനി നാളെ കാണാം. ഓക്കെ, വേറൊരു കാര്യം കൊണ്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മൾ പ്രോഫിറ്റ് വിഡ്രോ ചെയ്തില്ല, നിങ്ങളെ കാണിച്ചില്ലല്ലോ. പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുന്നത് പേഴ്സണൽ ഏരിയ ഇതിൽ അതിൽ അതുകൊണ്ട് അത് നേരിട്ട് അങ്ങോട്ട് തന്നെ വിഡ്രോ ചെയ്യണമെന്നുണ്ട്. 76.92 76.92. ഓക്കെ, അപ്പം കാൽക്കുലേറ്റർ ഒന്ന് കൂട്ടിക്കേ കുഞ്ഞെ. കൺഫേം എല്ലാവർക്കും കാണാം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്, ഫോണായിട്ട് പഠിക്കണ്ട. എന്ത് ആണെന്നില്ലല്ലോ. ഈ വിഡ്രോ വരാനായിട്ട് ഒരു 3 ദിവസം എടുക്കും കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചക്ക് കിട്ടുന്ന സ്ഥിതിക്ക് നാളെ ബുധനാഴ്ച, തിങ്കൾ ചൊവ്വ ബുധൻ, ബുധനാഴ്ച ഒരു ഈവനിങ് 6 മണി 7 മണിയാകുമ്പോഴത്തേനെ വിഡ്രോ വരത്തുള്ളൂ. വിഡ്രോയുടെ ഫോട്ടോ ഞാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം, കാരണം എൻ്റെ ഫോണിൽ ആണ്. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ, ഇത് 2 സ്പ്ലിറ്റ് ആയിട്ടേ വരത്തുള്ളൂ, അങ്ങനെ ഉണ്ട്.
ഈ എൻ്റെ കാർഡിലോട്ടേ ഇനി വരത്തുള്ളൂ. ഇനി ബാക്കിയുള്ളത് എത്രയായിരുന്നു നമ്മൾ വിഡ്രോ ചെയ്ത്? 76.21, 76, 80, 90, 100, ഒരു $26 നമുക്ക് വേണമെങ്കിൽ ബൈനാൻസിലോട്ട് വിഡ്രോ ചെയ്യാം. അല്ല, അത് വിഡ്രോ ആയിട്ട് നമുക്ക് എടുക്കത്തുള്ളൂ കേട്ടോ. വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ടു കാവാലി. ഛേ, അല്ല ഭയങ്കര മിസ്സായി. എനിക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്. പോയില്ലേ? 188 ഉള്ളല്ലോ. പിന്നെ ഇതിനിടയ്ക്കിടെ ഇതിനകത്ത് 250 കാണിച്ചത്. ഇതിനകത്ത് 138 ഉണ്ട്. അതിനകത്ത് 128 നമുക്ക് വിഡ്രോ ചെയ്യാം. ഛേ, വെറും 28 നമുക്ക് വിഡ്രോ ചെയ്യാം. ബൈനാൻസിലോട്ടാണ് 28. കണ്ടിന്യൂ, കൺഫേം. ഓക്കെ, ഫോണ് ശുക്ക വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഫൈനാൻസ് ഐഡിയ കാര്യം നോക്കിയല്ലേ? പ്രോസസ്സിംഗ് ആണ്, പെട്ടെന്ന് പോവും. അതിനൊരു 5 to 6 minutes മതി. ഞാൻ എക്സനസി വരുവാണെങ്കിൽ കാണിക്കാൻ ശ്രമിക്കാം. അല്ല സോറി, ബൈനാൻസിൽ. അല്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കാണാമല്ലോ ഇതൊക്കെ. അതിനൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ അക്കൗണ്ട് വീണ്ടും 110 ആയിട്ടുണ്ട്. ആവും. ഓക്കെ, സന്ധിക്കലാം. ഓ, ഇനി ഇത് ഓർമ്മിപ്പിക്കല്ലേ ഗൈസ്. കാണുമ്പോൾ വിഷമം വരും. ഇല്ല, മിസ് എന്നൊക്കെ പറഞ്ഞാൽ ലോക മിസ്സാണ്. ഒരു $40 കൂടെ മിസ്സായ. വാട്ട് എ പുഷ്. അതെ വന്നിട്ടുണ്ട്. എമൗണ്ട് ഓഫ് 28 has been withdrawn from your account. അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. വലിയ പകരം. ഇനി എക്സനസ് എത്തിയോ എന്നുള്ളത്, അല്ല സോറി, എക്സനസ് അല്ലല്ലോ, ബൈനാൻസിൽ എത്തിയോ എന്നുള്ളത് നോക്കണം. മെയിൽ വരേണ്ടതാണ്. വന്നാൽ നേരായിട്ട് ബില്ലൊന്നും വന്നിട്ടില്ല. Guys, look at this. Just like shit. ഒരു 20 പക്ഷേ ഭയങ്കര വലിയ മിസ്സായി. ഇത്തരം പല സങ്കടങ്ങളൊന്നുമില്ല. അത് നമ്മുടേതായ മിസ്റ്റേക്ക് കൊണ്ട് വരുന്നുണ്ട്. വേറെ SL ആയിരുന്നതിൽ നമുക്ക് ഒരു വിഷയമില്ലായിരുന്നു. പക്ഷെ ഇത് അറിയാതെ പറ്റിപ്പോയി. മിസ്റ്റേക്കിൽ $40 മിസ്സായി. 40 അല്ല, $80 മിസ്സായി. ബുൾഷിറ്റ്. ഈ XNS പിണ്ണാക്കൊക്കെ എടുക്കുന്നമാതിരി ദൈവത്തെ ഓർത്ത് അവിടെ എവിടെയും പിടിച്ചേക്കല്ല, ഉള്ള എല്ലാം കൂടെ പോവും. മനസ്സിലായല്ലോ? ഓ, ഇനിയിപ്പോൾ ഇത് മണ്ടായിട്ട് പോകണ്ട. മോനെ നീ ഇങ്ങനെ ഇറങ്ങി വേണം. ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ ഒരു പൊസിഷൻ എടുക്കാനുള്ള സാധ്യതകൾ തീരെയില്ല. കാരണം
ഇങ്ങനൊരു മിസ് ഓപ്പർച്യൂണിറ്റി കൂടെ ആയതുകൊണ്ട് നമ്മുടെ മാനസികമായി നമുക്കൊരു മൂഡ് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും ട്രേഡ്സ് ഒന്നും എടുക്കത്തില്ല. ഇല്ല കേട്ടോ, $6 6 പോയിൻറ്റ്സേ ഉള്ളൂ. 6 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 40ൻ്റെ പകുതി 10 കൂടെ കയറി 90 100 കേട്ടോ. ഓക്കെ, സീ യു. ഹലോ ഗൈസ്, ഇത് മൺഡേ തന്നെയാണ്. മൺഡേ ആണ്, 4 മണി ആയതേ ഉള്ളൂ. അപ്പം ആ ട്രേഡ് നമ്മൾ അവിടുന്ന് പൊസിഷൻ ഓട്ടോമാറ്റിക്കലി ലോസ് ആയത് വലിയ ഉപകാരം. കാരണം അത് കഴിഞ്ഞ് ഇങ്ങനെ ഡൗൺ ട്രെൻഡായി വരുന്നുണ്ട്, ഇവിടം വരെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇവിടുന്ന് ക്ലോസ് ചെയ്തതാണ്. ഞാൻ ഒരു അനദർ ലോങ്ങിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിന്നൊരു ലോങ് വരേണ്ടതാണ്. നോക്കാം. ട്രേഡ് എടുക്കത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ കണ്ടപ്പോൾ വളരെ റിസ്ക് കുറച്ചൊരു ട്രേഡ് എടുക്കണമെന്ന് വിചാരിക്കുന്നു. വെച്ചാൽ തിരിഞ്ഞു പോയല്ലോ. $50 ഇവിടെ നിന്നാണ് പുഷ് വരുവാണെങ്കിൽ വരേണ്ടത്. ലെറ്റ്സ് സീ. ഇവിടുത്തെ ഫിബ് നോക്കട്ടെ. $50 റേഞ്ച് എത്തുകയാണ്. ഇനി ഇവിടെ നിന്നൊരു ബൈ പോസിബിൾ ആണെന്ന് വെച്ചാൽ യെസ് ഷുഫാർ ഓഫ് കോഴ്സ് ബൈ പോസിബിൾ ആണ്. This should be that. Okay. Deposit. എന്ത് ബൈയുടെ ഓപ്ഷനൊക്കെ എന്ത്? ബൈ പെയിൻറ്റിങ് കൊടുത്താലോ? സ്റ്റോപ്പ് ലോസ് എവിടെ? ഈ 15 പറ്റത്തേ ഇല്ല. ഓക്കെ, കൺഫേം പേ കൊടുക്കാൻ വേണം. റെഡി? കൊടുത്തില്ല. ഓക്കെ,
ഫിക്സ് ആയിട്ടുണ്ട്. പക്ഷേ ക്യാൻസൽ ചെയ്തു. Come on. Pending ആണ്. ഓക്കെ, ഹിറ്റ്. $20 ഉള്ളൂ. അതാ ഹിറ്റായാൽ 90 ബാലൻസ് എത്തും. ഹിറ്റായില്ലെങ്കിൽ നമുക്ക് 60 കിട്ടും. ഓ ഷിറ്റ്, നല്ല പുഷാണ്. ഓക്കെ, നല്ല പുഷാണ്. നോക്കാം നമുക്ക്. ഓ ഷിറ്റ്, നല്ല ഡ്രോപ്പാണ്. ഇവിടുന്ന് വലിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നെക്സ്റ്റ് ക്യാൻഡിൽ എസ്കേപ്പ് ആയില്ലെങ്കിൽ വലിച്ചു. സീരീസിൽ SL ഹിറ്റ്. ആ $20 പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു അല്ലേ? എൻട്രി പോയിന്റ് എവിടെ? അയ്യോ, ഓക്കെ. ലൈവായിട്ട് ട്രേഡ് SL അടിക്കുന്നതാണ് എല്ലാവർക്കും. ഒരു ആവശ്യമില്ലാത്ത ട്രേഡ്. പക്ഷെ എക്സ്പെക്റ്റേഷൻ ബുള്ളിഷാണ്.
2583 132 ഓക്കെ. 2583 132. എസ്കേപ്പ് ആണ്. നല്ലൊരു പുഷ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ എസ്കേപ്പ് ആയി പോകണം. ക്യാൻഡിൽ പോലിരിക്കും ബാക്കി മൂവ്മെൻറ്റ്സ്. ഓഫ് വലിപ്പാണ് ഗൈസ്, വലിപ്പാണ്. എസ്എൽ ഒരു ഹോൾ എന്തായാലും എസ്എൽ അടിക്കും. 35 നില കൂടുതൽ നേരത്തെ എക്സിറ്റ് ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എസ്കേപ്പ് ആകാനൊരു ചാൻസ് കിട്ടും, വരുന്നതിൻ്റെ എസ്കേപ്പ് ആവാനും നല്ലൊരു പുഷ് കിട്ടണം. പക്ഷേ അതിന് ഓക്കെ ഇപ്പോൾ അടിക്കും. ഓക്കെ സബാഷ്, അടിച്ചില്ലേ? ഓക്കെ സബാഷ്. ഹാപ്പി ഷിറ്റ്. എന്നൊക്കെ ഇങ്ങനെ ട്രേഡ്സ് എടുത്തിട്ടുണ്ടോ അന്നൊക്കെ വലിച്ചിട്ട് വരുന്നു. ഓക്കെ ഗൈസ്, ആ ട്രേഡ് അങ്ങനെ വലിച്ചിരിക്കുകയാണ്. ഓ നിന്ന നിപ്പിലടിച്ചു പോയി. ചില്ലറ അടിയാന്നുണ്ട്. ഭയങ്കരമാണ് പുഷ്.
ഓക്കെ ഓക്കെ. ഒരു പൊസിഷൻ ഇവിടെ എടുക്കത്തില്ല, ആരോണം നോക്കണം. ഇനിയിപ്പം യൂറോയൊക്കെ ഉള്ളിഷ. ഉഫ്. മൂവിങ് അതിന് താഴെ പോയി. അപ്പം റിസ്ക് ആണ്. ബട്ട് നമുക്ക് വേണേൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഷോർട്ട് ചെയ്യാം. ഈ റേഞ്ച് കിട്ടണം. നമുക്ക് ഈ റേഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ 3 ട്രേഡ് അറ്റേടെ 2 ട്രേഡിൽ കൂടുതൽ എടുക്കരുതെന്ന് പറഞ്ഞതാണ്. സോ എടുക്കാതിരിക്കാം. എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വെക്കുവാണെങ്കിൽ $10 വെക്കത്തുള്ളൂ. എൻ്റെ പലടാ, ഈ താഴത്തെ ലിക്വിഡിറ്റി നിങ്ങളൊക്കെ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഈ ലിക്വിഡിറ്റി എടുക്കാതെ പിന്നെ എങ്ങനെയാണ് പുഷാവുന്നത്? അപ്പം അത് നോക്കാതെ ഇവിടെ കൊണ്ട് ബൈ സൈഡ് വെച്ചത് നമ്മുടെ തെറ്റല്ലേ? ആണ്, നമ്മുടെ തെറ്റാണ്. അതുകൊണ്ടെന്താണ് നമ്മളായി ലിക്വിഡിറ്റി. ഇത് കണ്ടില്ലേ? ഈ റേഞ്ച് എക്സാക്ട്ലി തൂക്കിക്കാണും. ഇത് നല്ല ഇവിടെ ഈ ഏരിയസിൽ നല്ല ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഈ ഇവിടെ തൂക്കി. ഇനി അപ്പ് സൈഡ് ആണ്. നമ്മൾ എപ്പോൾ എടുക്കണം? ഇനി ഒരു ഡൗൺ സൈഡ് വരുമ്പോൾ എടുക്കണോ, അതിന് മുന്നേ എടുക്കണോ എന്നാണ് ഇനി അടുത്ത ചിന്ത. ഇവിടെ ലോങ് എടുത്താൽ ഓക്കെ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ ആറുണ്ട്. ഈ റേഞ്ച് കിട്ടണം. അയ്യോ, അവിടെ വന്നല്ലേ. ചിപ്സാണ് തിന്നുന്നത്, വേറൊന്നുമല്ല.
എക്സലൻറ്റ് പുഷായിരുന്നു കേട്ടോ. ഓ സൂപ്പർ. ഇത് സെയിം മാർക്കിങ് ഇവിടെ നിന്ന് കയറി പിന്നെ 30 ഡിലീറ്റ് ആക്കാം. ലോങ് എടുക്കൂ. ഒരു ഡൗൺ സൈഡ് ക്യാൻഡിൽ കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ ഉറപ്പായിട്ട് എൻ്റർ കയറും. നീ ഇറങ്ങി വാ മോനെ. ഈ ഒരു പ്രൈസിങ് കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. ബൈ സോറി പെൻഡിങ് ആഡ് സ്റ്റോപ്പ് ലോസ്. ചുപ്പി അങ്ങ് മുകളിൽ പോട്ടെ. ഓക്കെ അവിടെ ബൈ ആയില്ലേൽ നമ്മൾ എൻ്റർ ചെയ്യില്ല. ഇവിടെ വരണം, അവിടെ വരാൻ എന്തെങ്കിലും റീസൺ വേണ്ടേ? ആ റേഞ്ച് വരാനായിട്ടൊരു റീസൺ. വാ സൂപ്പർ. ഇവിടെ കിട്ടണം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അടി അടിച്ചാൽ മതി. നോക്കാം ലൈവായിട്ട് അവിടെ അടിക്കുമെന്ന് നോക്കാം. പക്ഷേ അതാണ് നമ്മളെപ്പോഴും സൂം ഔട്ട് ചെയ്ത കാര്യങ്ങൾ നോക്കി വേണം. ഞാനിവിടെ വിടുന്ന വീട് സാധാരണ ഇത് ഞാനിങ്ങനെ ആ ഡോളറിൻ്റെ സിമ്പിൾ ഇടുന്ന SS ഇട്ടില്ല, മറന്നുപോയി. ഇവിടെ ഇപ്പം ഒരു ചുമട ആൾക്കാർ ഇവിടുന്ന് സെല്ല് പോവും ഫോർ ഷുവർ. കാരണം എന്താണ്, പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് ഇത് ഓർഡർ ബ്ലോക്ക്. ഈ റേഞ്ച് ആയിരിക്കും മിക്കവരുടെയും. ഇതായിരിക്കണം, അല്ല ഇതില്ല, ഇതായിരിക്കും ഒരു ഭൂരിഭാഗം പേരുടെയോ ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ചേട്ടാ ഇത് താഴോട്ട് വരുന്നില്ല. നല്ലൊരു എഡ്ജ് കിട്ടണം, ഇതായ കാര്യമുള്ളൂ. കാരണം ചിലപ്പോൾ ഇത് ഇവിടം വരെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലെവൽ വേണമെന്ന് നിർബന്ധം പറയുന്നത്. ഇതിന് താഴെ പോയി ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കണം ഡൗൺ സൈഡ് ആയിരിക്കും. ശാലാണുള്ളൂ മോനെ കുട്ട, ഇങ്ങൊന്ന് ഇടിക്കാ. ഒരു വിധത്തിൽ അവൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വരുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യാം.
ഇത്രയും വലിയ ഞാൻ മനസ്സിലാക്കി ഒരു വടക്കാൻ്റെ സ്ട്രോങ് ഒരു നല്ല എണ്ണം താവട്ട് വരേണ്ടതാണ്. വൈ എന്നറിയില്ല, ഇവനെ കൊണ്ട് താഴുന്നില്ല. ചേടാ വലുപ്പാണ് ഗൈസ്. ആ പ്രൈസ് കിട്ടിയാൽ എൻ്റെ എഴുത്തിൻ്റെ കാര്യമുള്ളൂ. ഇതിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സിന് തയ്യാറാണ്. നോക്കട്ടെ, ഇവിടെ ഇത്ര ആയ ഓക്കെ. ഹിറ്റ് ഹിറ്റ് ഹിറ്റ്. ഇവിടെ ഇത്രയും കൂടെ ഗ്യാപ്പ് ഉണ്ടല്ലേ, പക്ഷേ കണ്ടില്ലായിരുന്നു. എന്തായാലും ഹിറ്റായി മോനൊന്നും നോക്കാനില്ല. എൻട്രി പ്രൈസ് ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? ഓപ്പൺ പൊസിഷൻ 2580 531. 2580 531. ഓക്കെ ഗൈസ്, ഈ പ്രൈസ് ഞാൻ സമ്മതിക്കുന്നത്. ഈ പ്രൈസ് എനിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പം എസ്എൽ ഹിറ്റായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ എൻ്റെ അനലൈസ് അനുസരിച്ചാണ് നമ്മൾ എൻട്രീസ് കയറിയേക്കുന്നത്. ടി പി അങ്ങ് ആകാശത്താണ്. ഇരുപത്തഞ്ച് 90 799. 25 90 799. നമ്മളൊന്ന് താഴോട്ട് വരാൻ ചോദിച്ചപ്പോൾ തന്നെ അമ്മർക്ക് വലിയ മടിയാണ്. ഇപ്പം വന്നേ പറഞ്ഞു ഇതൊരു സ്വഭാവമാണ് അതിൻ്റെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി ഇതിനകത്തൊരു തീരുമാനമായി കഴിയുമ്പോൾ പാക്കല അടിച്ചാൽ 80. അപ്പം പ്രോഫിറ്റ് വരുമ്പോൾ ലാസ്റ്റത്തെ ഒരു 20 മൈനസ് ചെയ്യണം. അപ്പോൾ 60. അപ്പോൾ 160 ആണ് നമ്മുടെ ഈ വീക്ക്, ഈ ഡേ. ഞാൻ തേർഡ് ട്രേഡ് എടുക്കാനുള്ള ഒരു കാരണമേ ഉള്ളൂ. കാരണം എനിക്ക് നാളെ ഇവൻ്റ് ഉണ്ട്. ഇവൻ്റ് എനിക്ക് കുറച്ച് ഹൈ ക്യാപിറ്റൽ വേണം. എന്നാലേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലിവറേജ് ട്രേഡ്സ് എടുക്കാൻ പറ്റും. കാരണം നേരത്തെ തന്നെ ലിവറേജ് എന്തോ 1:100 സംതിങ് ആക്കൂട്ടോ. 100 50 അങ്ങാണ്ടാവും. ആ സമയത്താനായിട്ട് വേണം കുറച്ച് ക്യാപിറ്റൽ. ഒരു 100 റിസ്ക് ചെയ്ത് ട്രേഡ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 1:3 4 5 എല്ലാം കിട്ടുവാണെങ്കിൽ 300 400 ഒക്കെ പെർ ട്രേഡ് കിട്ടും. ആ ട്രേഡ് വരെ നോക്കാം നമുക്ക്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ
സോറി, ഇത്രയേ ഉള്ളൂ. അപ്പം അല്ലെങ്കിൽ അറിയാലോ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇത് നിലത്ത് പിഷ്കേ. അഞ്ച് മണിയായിരുന്നു. 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇനി ഒരു വോളറ്റൈലിറ്റി കയറത്തുള്ളൂ. US മാർക്ക് ഓപ്പൺ ആകുമ്പോൾ 6 മണിയല്ല, 5:30 കഴിയുമ്പോൾ തന്നെ ആണ് എനിക്ക് തോന്നുന്നു. അപ്പം അത് കഴിയുമ്പോഴത്തേന് നമുക്ക് കാണാം. അപ്പം ഇതുവരത്തേക്കും സന്ധിക്കണം. ഓക്കെ, മണി 5:50, 6 മണിയായി. വോളറ്റൈലിറ്റി വന്നിട്ടുണ്ട്, കാണാം. കിടക്കുന്ന അടി അടിച്ച് നമ്മൾ ജസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഡൗൺ സൈഡാണ്, വലിപ്പാണ്. നോക്കാം നമുക്ക്. സൂപ്പർ, ദോശയോടെ കയറി. അതായത് നമ്മുടെ ഇതാണ് 200 മൂവിങ് ആവറേജിലാണ് ടാപ്പ് ചെയ്ത്. അതാ ഞാൻ പറഞ്ഞു 200 മൂവിങ് ആവറേജ് ടച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് കഴിഞ്ഞ് റിജക്ഷൻ ഉണ്ടായിരിക്കുമെന്ന്. ഇനിയുള്ള മൂവ്മെന്റ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. നല്ല ബൈയും സെല്ലും തമ്മിൽ നല്ല പ്രഷറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൻ്റെ എബോ നിൽക്കുമായിരുന്നെങ്കിൽ സേഫ് ആയിരുന്നു. പക്ഷേ ഇപ്പം എത്ര റിസ്ക് ആണ്. അവിടെ ശകലം അങ്ങോട്ട് കയറുമ്പോൾ അടിച്ചിട്ട് വേണം. അപ്പം നോക്കാം നമുക്ക്. ഇപ്പം ഇതാണ് അവസ്ഥ. ഇവൻറ്റ്സ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇവൻറ്റ്സ് എന്തോ ഒന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ശുക്കാമണി ഇവൻ്റ് ഉണ്ടായിരുന്നു, വിട്ടുപോയി. പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാനത് കാര്യമാക്കാത്തത്. അപ്പം ഇനി ഇതിനകത്തൊരു മൂവ്മെൻ്റ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് സന്ധിക്കണം. നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പം അപ്സൈഡ്. അതായത് ഒരു 6 മണി, ഞാൻ പറഞ്ഞത് എക്സാക്റ്റ് ഒരു 6 മണി ആയപ്പോഴത്തേനും നല്ലൊരു അപ്സൈഡ് മൂവ് വന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കുറന്ന് ഡൗൺ ആയിട്ടാണ് പിന്നെ അപ്പം ഇനി ഇതിനകത്ത് ഈ മൂവ്മെൻറ്റ് പോലെ തന്നെ താഴോട്ട് വന്നിട്ട് ഇനി ഒരു അപ്സൈഡ് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എന്തായാലും എൻട്രി കാണിച്ചു തരാം. നിങ്ങൾ പൊസിഷൻ ക്ലോസ് ഒന്നും ആയിട്ടില്ല, ആരും പേടിക്കണ്ട. $30 കാണാം എല്ലാവർക്കും. ഇതിനകത്ത് വെക്കട്ടെ. എന്തായാലും SL നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ പ്രാവശ്യത്തെ പോലെ തൊട്ട് താഴെ പോകല്ലോ പോലെ SL നമ്മൾ കയറ്റി വെക്കുകയാണ്. ഓക്കെ, ഒരു 1.8. ഓക്കെ, 1.8 ഓക്കെ ആണ്. ഓക്കെ, ലെവൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വലിയ വിഷമോ റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ ഇത് ചാർട്ട് നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമുക്ക് മൂവ്മെൻറ്റ്സ് എടുക്കാൻ ഇനിയും, കാരണം ഇനിയും വരുന്ന മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് നേരം നോക്കാം. ഓക്കെ, വീണ്ടും നമ്മുടെ ട്രേഡ് അപ്പ് സൈഡ് പോയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിരുന്നവരെല്ലാം വലിച്ചു. അത് നമ്മളാണ് വലിച്ചെന്നറിയാം. ഇപ്പം നല്ല പുഷുണ്ട്.
കണ്ടോ നമ്മൾ എക്സൈറ്റ് മൂവ്മെന്റ് ഫസ്റ്റ് വന്നു, പുഷായി താഴോട്ട് വന്നു, വീണ്ടും അപ്സൈഡ് പോയി, ഒരു ഡൗൺ വന്നു, വീണ്ടും അപ്സൈഡ് പോയി. ഇത് ഞാനെന്തോ ഇവിടെ നേരത്തെ വെച്ച് കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇത് ഓൾറെഡി മൂവ്മെന്റ് ഇങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു കുറേ നാൾ ട്രേഡ്സ് ചാർട്ട്സ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. സ്ഥിരമായിട്ട് നമ്മൾ ട്രേഡ്സ് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ മൂവ്മെന്റ്സ് ഏകദേശം എങ്ങനെയാണ്. അപ്സൈഡ് പോകുന്ന എല്ലാം നല്ല സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെന്റ്സും ഇങ്ങനെ കയറിയാണ്, അല്ലാതെ ഒറ്റയടിക്ക് ആകാശത്തോട്ട് പോകത്തില്ല. അങ്ങനെ വല്ല ഈവൻസി മാത്രമേ നടക്കാറുള്ളൂ. നമ്മൾ എത്രയായി ഇപ്പം കൊണ്ട് നോക്കും? 58, 59, 60. യെസ്, അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ 60 അടിച്ചിരിക്കുകയാണ്. അടിച്ച ആൾക്കാരാണ് ഇവര്. ഏതാണ്? ട്രെൻഡ് ലൈൻ. ഈ ട്രെൻഡ് ലൈനൊക്കെ ഇനി വാലിഡാണോ? നിങ്ങൾ പറയൂ, വാലിഡാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിലല്ല. ഇനി നമ്മൾ പിന്നെ തൊടാൻ പേടിയായിപ്പോൾ. ഇത് തൊട്ടാൽ അവിടെ ഇവിടെ ഞെങ്ങിപ്പോയി. എസ് ഞാൻ ഓൾറെഡി കയറ്റി വെച്ചായിരുന്നു. ഇനി ഇത് ഇവിടം വരെ വെച്ചേക്കാം, 20 വെച്ചേക്കാം. 20 വരെ നേരത്തെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? പറഞ്ഞങ്ങ് പോടാ കുട്ടാ, എൻ്റെ തങ്ക കൂടെ അങ്ങോട്ട് കയറി പൊക്കി. ബുള്ളിഷ്നസ് 2 ബിഗ് ക്യാൻഡിലാണ്. അടുത്ത് ചിലപ്പോൾ ഒരു തുലിച്ച ക്യാൻഡിലായിരിക്കും. പക്ഷേ അൺകട്ടഡാണ്. ഇതൊന്നും ഞാൻ കട്ടൊന്നും ചെയ്തില്ല കേട്ടോടാ. ഇതെല്ലാവർക്കും കേൾക്കാം. ഇങ്ങനെയൊക്കെ ഞാൻ വർത്തമാനം പറയാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചാനലിൽ നിന്ന് കാണണ്ട, വേറെ ആൾക്കാരെ കാണുമ്പോൾ ഒരു വിഷയമില്ല. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞ് ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യാം. നമുക്ക് ഏകദേശം കാണാം. ഇതേ ബുള്ളിഷ്നെസ് ഉള്ളൊരു ക്യാൻഡിലാണെങ്കിൽ നല്ല സൗകര്യമായിരുന്നു. അന്നേരം TP അടിച്ചു സ്വസ്ഥമായ രക്ഷപ്പെടാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അപ്സൈഡ് ആയിട്ട് 2 എബോ വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിങ്ങനെ വെക്കാറുള്ളൂ. ഏതാണ് ഹാഫ് പ്രൈസിൽ നമ്മൾ സെറ്റ് ചെയ്യാറുള്ളൂ. കാരണം നേരത്തെ എനിക്ക് എപ്പോഴും കിട്ടുന്നൊരു വലിയൊരു പണികളൊന്നായിരുന്നു ഇത്. ഏതാണ് ഒരു 1% അല്ലെങ്കിൽ 1:2 എത്തിക്കഴിയുമ്പോൾ നമ്മൾ അപ്സൈഡ് വെക്കുമ്പോഴത്തേന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ തുരിച്ച് ഇതിങ്ങോട്ട് താഴോട്ട് ഇറങ്ങി നമ്മുടെ ഓർഡർ ക്ലോസ് ആക്കിയിട്ടേ പിന്നെ അപ്സൈഡ് പോകത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നല്ലത് കയറ്റി വെക്കാതിരിക്കുക. വെക്കുവാണെങ്കിൽ വളരെ ലോ ആയിട്ട്, അതായത് നമ്മളെ സീറോ ലോസ് മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടി മാത്രം വെക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ കയറ്റിയിട്ട് എന്താണ് നമ്മുടെ ആ ചാർജസ് കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ട്രയൽ എസെൻ്റ് വെക്കാറുള്ളൂ. അല്ലാതെ കയറ്റി വെച്ചാലുള്ള നഷ്ടം എന്ന് വെച്ചാൽ വരും. ഉറപ്പായിട്ടും അങ്ങനെ കയറ്റി വെക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അവരവിടം വരെ ടാപ്പ് ചെയ്യാൻ വേണ്ടി അവിടം വരെ വന്നിട്ട് പിന്നെ പൊക്കത്തുള്ളൂ. അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ സാധാരണ ട്രേഡേഴ്സിനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. എത്ര അക്കൗണ്ട് 70 ആയിക്കാണുണ്ട്, 65 ആയിരുന്നു. ഷിറ്റ്, അടിച്ച് കയറി പോകും മോനെ. പറക്കടാ കുട്ട, പറന്നങ്ങ് പോട്ടെ. പറന്ന് ആകാശത്തോട്ട് ചെല്ല്. അയ്യോ, സ്ട്രഗ്ല് കുറവാണല്ലോ ക്യാൻസലാണല്ലോ. $152 ധാരാളം മതി. $170 അല്ല 70 ആയി ക്ലോസ് ചെയ്യാന്നുള്ളൊരു
ധാരണയിലാണ് ഞാൻ. $10 നഷ്ടം വരത്തുള്ളൂ. ധാരാളം. 170 തരുവാടെ എനിക്ക്. 170 ഇഷ്ടമായിട്ട് അവന്മാർ തരുന്നില്ലല്ലോ. $66, $67 പാ മോനെ ഇങ്ങോട്ട്. സ്ട്രെങ്ത് ഇല്ല. ഇത്ര നല്ല മുഴത്തിനുണ്ട് ക്യാൻഡിൽ വന്നിട്ട് നമ്മൾക്ക് എന്തായാലും പുഷില്ലാത്ത. 150 160 വന്നേനല്ലേ. ആണെങ്കിൽ $50 വിട്രോ ചെയ്യാം. എന്നാൽ പോട്ടെ, അമ്മമാർ തരുന്നില്ല. എന്നാൽ ഞാൻ അമ്മമാർക്ക് ഇച്ചിരി നേരത്തെ എക്സിറ്റ് ആണെന്ന് വിചാരിച്ചാൽ, ലൈവിൽ എക്സിറ്റ് ആണെന്ന് വെച്ചാൽ അമ്മമാർ തരത്തിന് സമ്മതിക്കത്തില്ല. എന്നാ ചെയ്യാനാ, എന്ത് ചെയ്യാനാണ് ഗൈസ്. നാശം പിടിച്ച അമ്മമാരെ കൊണ്ട് ഞാൻ തോറ്റു. ടൈം എന്ത് ഇതിനകത്ത് ടൈം എങ്ങനെ വരുമെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം. ഞാനിങ്ങനെ സത്യത്തിൽ ഇതിനകത്ത് അങ്ങനെ ചെയ്യും നോക്കാറ് തന്നെ ഇല്ല. എന്തിനാ 1 മിനിറ്റ് ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും ചിലപ്പോൾ നല്ല പുഷ് വരുത്താൻ പോകുന്ന ക്യാൻഡിൽ. ഓക്കെ, എന്തായാലും ഈ ക്യാൻഡിൽ ക്ലോസ് ആകുന്നതിനും വരെ നിൽക്കുക. ഇല്ല, ഈ ഹെഡ്സെറ്റ് ഇയർബഡ്സ് വെച്ചിട്ട് ചെവി അടിച്ച് പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അയ്യോ, ചെവി അടിച്ച് പോവുകയാണെല്ലാം കൂടെ. കേട്ടോ 169 എന്നിട്ട് 69 ആയത്. ഇവിടെ എന്തൊരു കൃത്യമായിട്ട് പരിപാടി ഇവന്മാരെ കാണിക്കുന്നത്. 160 ഓക്കെ 170 സമാധാനം സുരക്ഷ. അതെനിക്കറിയാമായിരുന്നു. പണ്ടാരം നമ്മളിനി ക്ലോസ് ചെയ്താൽ അത് അങ്ങ് ആകാശത്ത് പോകും നമുക്കറിയാം. എന്നാലും വേണ്ട, നമുക്ക് അത്രയും വേണ്ട. ആക്രാന്ത് നഹി ഹംകോ ആക്രാന്ത് നഹി നഹി. അപ്പം ലൈവായിട്ട് തന്നെ എല്ലാവരും കണ്ടു. ഓ, നമ്മൾ ആരടാ, നമ്മൾ എക്സിറ്റ് ചെയ്തപ്പോൾ നേരത്തോട്ടാണ് ഉണ്ടാവും. സാധാരണ രീതിയിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ അങ്ങ് ആകാശത്ത് പോകണ്ടാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഫേസ് കട്ടായതുകൊണ്ട്, ഈ ബ്രേക്ക് സ്ട്രക്ചർ വന്നതുകൊണ്ട് ഇച്ചിരി ഡൗൺ സൈഡ് വരുന്നത്. ഇതെല്ലാം ഡിറ്റ് ചെയ്തേക്കാം. വാ, ഇതിൽ പല സന്തോഷം വന്നില്ല. നമ്മുടെ ട്രേഡ് പൊസിഷൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നിലത്തോട്ട് ക്യാൻഡിൽ വരിക എന്ന് പറയുന്നത് ഇതിലും പല സന്തോഷം വന്നത്. ഇത് അപ്സൈഡ് പോകും, പക്ഷേ ഷുവറെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. ഷുവറല്ല, ഏകദേശം എൻ്റെ ഒരു വ്യൂ വെച്ച് അപ്സൈഡ് കൊണ്ടാണ്. ഈ ലെവൽ എന്തായാലും ടാപ്പ് ചെയ്യണ്ട. ഓക്കെ, അപ്പം നമുക്കിനിയും ടെർമിനലിൽ പോയി വിഡ്രോ എടുക്കണം. 50 27 വന്നു കേട്ടോ. പേഴ്സണൽ ഏരിയ ഇതിനകത്ത് എൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഉണ്ട്. അതൊന്നും വെച്ച് അടിച്ചുകൊണ്ട് പോയേക്കല്ലോ ഒരുത്തിനൊന്നും. പിന്നെ അതൊന്നും ഇല്ല, വേറെ കാര്യം. വിഡ്രോ ഇനിയിപ്പോൾ നമുക്ക് എല്ലാ വിഡ്രോയും വരയ്ക്കും കേട്ടോ. എന്ത് ചെയ്യാൻ സാധനം ബൈനാൻസ് പേ വലിയ പകരം 157 ഉണ്ടല്ലേ. അയ്യോ, 143 നമുക്ക് വിഡ്രോ ചെയ്യത്തുള്ളൂ അല്ലേ. 53 7 50. ഛേ, തെറ്റാണല്ലോ. 50 50
47 നമുക്ക് വിഡ്രോ ചെയ്യാം. കണക്കറിയത്തില്ല വന്ന്. അയ്യോ 147 അല്ല, അയ്യോ ഇപ്പം വലിച്ചേന്. 47 നമുക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ 47. അപ്പം കണക്ക് കൂട്ടിക്കോ. ഒരു 100 കൂടെ 47. അപ്പം 147 നമ്മളിപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ്, അതായത് 100% അപ്പാണ് നമ്മുടെ അക്കൗണ്ട്. 47 ബ്ലാ 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 47 അല്ലേ? ഇനി എനിക്ക് ആഡ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. 57. ഓക്കെ കണ്ടിന്യൂ. ആണ്. എല്ലാവർക്കും കാണാം. നിങ്ങൾക്കിത് കാണാം. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ പ്രോഫിറ്റ് ആഡ് മൊത്തത്തിൽ വന്നേക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ മണ്ടയിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കാം. എന്താ ഇവിടെ ആയിട്ട് കൺഫർമേഷൻ കൊടുക്കണമെങ്കിൽ എക്സ്എൻഎസിൽ അതിൻ്റെ ആവാം. ഇനി ഫോണിൽ നിന്ന് വരെ കൺഫർമേഷൻ കൊടുക്കുന്നു. യെസ് കൺഫേം പോട്ടെ. ഓക്കെ ഗോട്ട് ഇറ്റ്. പറക്കട്ടെ അങ്ങോട്ട്. ഓ സമാധാനം. ഗോ ടു മെർച്ചൻറ്റ്. ഓട്ടെ മെർച്ചൻറ്റിൻ്റെ അടുത്തോട്ട്. എന്തുവാണ് ഇതില് പോകുന്നില്ലല്ലോ? ആ അപ്പം കൊള്ളുമായിരിക്കണം. അയ്യോ ഗൈസ് നമ്മളെ റൈറ്റ് ടൈമായിരുന്നു എക്സിറ്റ് ആയ കേട്ടോ. ലാസ്റ്റ് വർക്ക് ആയിക്കോട്ടെ. ശരി ട്രാൻസാക്ഷൻസ് മറ്റേത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഡണ്ണാണ്. ക്രെഡിറ്റ് ടു യുവർ അക്കൗണ്ട്. ക്രെഡിറ്റ് ആയി കേട്ടോ. 28 ക്രെഡിറ്റ് ആയി. 2500 അടുത്ത് 90 റുപ്പീസ് 90.50 ആണ് സെല് ചെയ്തത്. 47 വന്നു. 47 ഇത് രണ്ട് പോലും വന്നില്ല കേട്ടോ. ഇത് വരാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ബുധനാഴ്ച ഈവനിങ്ങിലും ആവും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. എന്ത് ഞാനിവിടെ നിന്ന് കാൽക്കുലേറ്റർ എടുത്ത് വെച്ചേക്കാം. ഓക്കെ 47 40. ആഹാ ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത്? വേറെ കാൽക്കുലേറ്റർ എന്തേ? ഇവിടെ കണ്ടൊരു സാധനം ഉണ്ടായിരുന്നു അങ്ങനെ. കാൽക്കു അതെ തിരിച്ചും കാണത്തില്ല. അതെങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്? ഇങ്ങനെ കൊണ്ടെടുക്കല്ല. ചേടാ എന്തൊരു സാധനം. ഓ അതിന് സൗകര്യം എൻ്റെ ഫോണിൽ ചെയ്യുന്നത്. 47 28 56. അയ്യോ 28 പ്ലസ് 56 പ്ലസ് 20 എത്രയുണ്ട്? $151 $151 നമ്മൾ ടോട്ടൽ വിഡ്രോ ചെയ്തു. അതായത് ഏകദേശം 151 13,000 റേഞ്ചിൽ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പം ഇനിയും ഒരു ട്രേഡും ഇല്ല. ഉറപ്പിച്ച് ഇനിയും ഒരു ട്രേഡില്ല. ഇനിയുള്ള ട്രേഡ്സ് നാളെ മോർണിംഗ് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഏതാണ് 20 സ്റ്റാർട്ട് ചെയ്ത ഇവൻറ്റ്സ് ഉണ്ട് വലിയ വൈകുന്നേരം. അപ്പോൾ അതിനു വേണ്ടി ഒരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്യും. അപ്പോൾ നാളെ 20 സ്റ്റാർട്ടിങ് 20 ആയിരിക്കും. 1:2 ഫസ്റ്റ് ചെയ്യും. സെക്കൻഡ് ടോട്ടൽ വെച്ച് 1:2 അതും 2 ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ ഏകദേശം ഉദ്ദേശം. ഇപ്പോൾ 40 കിട്ടിയാൽ നമ്മൾ 40
ഇൻറ്റു 2 80 120 ടോട്ടൽ കിട്ടും. എന്നിട്ട് ഇവൻറ്റിന് വേണ്ടി നമ്മൾ 100 റിസ്ക് ചെയ്യും. 100 ആയിരിക്കും റിസ്ക് ചെയ്യുന്നത്. 1:3 റേഷ്യോയിൽ നമ്മൾ 100 റിസ്ക് ചെയ്യും. കിട്ടിയാൽ 300, പോയാൽ 100 പോയി, അത്രേ ഉള്ളൂ. അതാണ് നാളത്തെ നമ്മുടെ പ്ലാൻ. അപ്പം നാളെ രാവിലെ കാണാം. സുഭാഷ്.